ഹായ്, ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്ത് കണ്ടാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നൂല്ലേ. ഇന്ന് കാന്താരി ചെടി, ഉണങ്ങിയ കാന്താരി ചെടി വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റും റെസിപ്പീസും എല്ലാമായിട്ട് ജുവൽ ബേബീസ് വേൾഡ് എന്നും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചെത്താം. ഉണങ്ങിയ കാന്താരി ചെടിയാണ് ഞാൻ ഇന്നിവിടെ ക്രാഫ്റ്റിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറേ ചില്ലകളുള്ള ഏത് ചെടികൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. മുള്ളിൻ്റെയൊക്കെ ചെടി നല്ല രസമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വേലിയിലൊക്കെ നിൽക്കുന്ന മുള്ളിൻ്റെ വലിയ ചെടികൾ ഇതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പേൾസൊക്കെ കുത്തി വെച്ചിട്ട് മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു കാന്താരി ചെടി സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചില്ലകൾ കണ്ടിട്ടാണ്. നല്ല രസമുള്ള ചില്ലകളല്ലേ, ശരിക്കും അത് ദൂരെ നിന്ന് മാറി നോക്കുവാണെങ്കിൽ ശരിക്കും വലിയൊരു മരം പോലെ തോന്നും. അത്ര ഭംഗിയുള്ള ചില്ലകളാണ്, കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നാലും ഇതിന് ഭംഗിയുണ്ട്, എന്നാലും പെയിൻറ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാലും കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് നമുക്കിപ്പോൾ വീടിനകത്തൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല അട്രാക്ഷൻ കിട്ടാനായിട്ട് നല്ലത് ഡാർക്ക് കളേഴ്സാണ്. വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കാം, പിന്നെ ബ്രൗൺ കളർ ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ ഗോൾഡൻ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ആണ്. റൂമിനകത്ത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ നമുക്ക് ഇനി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ചില്ലകളൊക്കെ എടുക്കുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ചെറിയ ചില്ലകളൊക്കെ പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില്ലകൾ എടുക്കുമ്പോൾ അതിലേക്ക് ബ്ലൂ ഷെയ്ഡിൻ്റെ കൂടെ, ബ്ലൂ പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് ഗമ്മ് കൂടി ചേർക്കണം. ഞാനിവിടെ ഫെവിക്കോൾ ഗമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവിക്കോൾ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫെവിക്കോളും ഈ ബ്ലൂ കളറും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെയിൻറ്റും ഗമ്മും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഈ കാന്താരി ചെടി ഉണങ്ങിയതിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒറ്റ ചില്ലകളും കമ്പുകളും കളയണ്ട, എല്ലായിടത്തും നമുക്ക് ഈ പെയിൻറ് അപ്ലൈ ചെയ്യാം. ഓരോന്നും നോക്കി നോക്കി ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ടാണ് ഈ കാന്താരി ചെടി ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തത്. ഒറ്റ സമയം കൊണ്ടല്ല കേട്ടോ, പല പ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും സമയമുള്ളപ്പോൾ ചെയ്തെടുത്താൽ മതി. ആ ബ്ലൂ പെയിൻറ് അതിനകത്ത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ടല്ലേ. അതിൻ്റെ ഓരോ ചില്ലകളും കമ്പുകളും എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. നമ്മൾ ഇപ്പോൾ ഒരു മുറിയിൽ വെക്കുവാണെങ്കിൽ ആ ചില്ലകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണണമെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് അടിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്കിനി ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഒരു വശത്തെ പെയിൻറ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത വശത്തേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വശത്തെ പെയിൻറ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, അടുത്ത വശത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പെയിൻറ് അടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ചില്ലകളിൽ നമുക്ക് പക്ഷികൾ വേണം, ചെറിയ കായകൾ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സംഭവങ്ങൾ. ഒന്ന്, ഞാൻ ഇതിന് പിസ്ത ഷെൽസ് വെച്ചിട്ട് കുറച്ച് വലിയ ചിറകുള്ള പക്ഷികൾ ഇരിക്കുന്നത് പോലെ വരുത്താനായിട്ട്, അതുപോലെ തന്നെ പിസ്ത ഷെല്ല് നമുക്ക് അവരുടെ കൂട് ഒരുക്കാനായിട്ട്, ചില്ലകളിലുള്ള കൂട് ഒരുക്കാനായിട്ട് പിസ്ത ഷെല്ല് നല്ല രസമാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരു നമ്മൾ കളയണ്ട, നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഇതുപോലെ പല ക്രാഫ്റ്റുകളും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു ഡ്രൈ ആയത് ഉണക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന്, പേരക്കയുടെ കുഞ്ഞു കായ്കൾ അടർന്ന് വീഴും, അല്ലെങ്കിൽ നമ്മൾ ചില്ലകളൊക്കെ വെട്ടി കളയുമ്പോൾ നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ പേരക്കയുടെ കുരു, പേരക്ക ഉണങ്ങിയ പേരക്കയാണിത്. അപ്പോൾ ഇത് ചീത്തയാവില്ല, എത്ര നാളിരുന്നാലും ചീത്തയാവില്ല. അപ്പോൾ ഉണങ്ങിയ പേരക്കയാണ്. അതും നമുക്ക് ഈ ചില്ലകളിൽ ഓരോന്നിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പശ വെച്ച് പേസ്റ്റ് ചെയ്യാൻ, വേണമെങ്കിൽ കെട്ടി വെക്കാം കേട്ടോ നമുക്ക്.
അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പിസ്ത ഷെൽസ് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സിൻ്റെ കുരു, ഈന്തപ്പഴത്തിൻ്റെ കുരു നമുക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ചില്ലകളിൽ നല്ല ഭംഗിയായിട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോരും, എന്നാലും പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഈ പേരയ്ക്കയും ഉണങ്ങിയ പേരയ്ക്കയും നമുക്ക് പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നൂല് വെച്ച് ടൈ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പിസ്ത ഷെൽസും ഉണങ്ങിയ പേരയ്ക്കയും അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്യാം ഇതിലേക്ക്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് അടിച്ചാൽ അതിനകത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കാക്കയെ പോലെ ഒരു ബ്ലാക്ക് അടിച്ചു വെച്ച് നോക്കി, പക്ഷെ അത് ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കുറച്ചും കൂടെ ബ്ലൂ ആയതുകൊണ്ട് അട്രാക്ഷനുള്ള കളേഴ്സ് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. യെല്ലോ, റെഡ്, ഗ്രീൻ, ഈ കളേഴ്സ് എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റെഡ് കളേഴ്സ് കുറച്ച് പറവകൾക്കും പക്ഷികൾക്കൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് അടിക്കാം. കുറേ കൊക്കുകൾ ഇരിക്കുന്നത് പോലെ കാണിക്കാനായിട്ട് കുറച്ച് വൈറ്റ് കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഇനി പേരയ്ക്ക നമുക്ക് ഗ്രീൻ തന്നെ അടിക്കാം. ഗ്രീനും അടിക്കാം, അതുപോലെ തന്നെ റെഡ് അടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിക്കാം കേട്ടോ. കാരണം ഇത് ക്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിക്കാം. അതും റൂമിനകത്ത് വെക്കുമ്പോൾ എടുത്ത് നിൽക്കാനായിട്ട് എടുപ്പുള്ള കളേഴ്സ് അടിക്കുകയാണ് ഏറ്റവും ഭംഗി. അപ്പോൾ റെഡ് അടിക്കാം, ഗ്രീൻ അടിക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിസ്ത ഷെൽസ് നമ്മൾ കൂടായിട്ട് വെച്ചിരിക്കുന്ന പിസ്ത ഷെല്ലിനും വേണമെങ്കിൽ ഒരു ബ്രൗണിഷ്, ഒരു കാപ്പി കളറൊക്കെ അടിച്ചു കൊടുക്കാം. കൂടുകൾക്ക് അതാണുള്ള കളർ. ചെറിയ കൂടിന് പെയിൻറ് അടിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, കാരണം പിസ്ത ഷെല്ലിന് ഒരു വേറൊരു കളറാണല്ലോ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ഷെയ്ഡൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് പൂർണ്ണമായിട്ടുണ്ട്. പിസ്ത ഷെല്ലിനും എല്ലാത്തിനും തന്നെ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിളികളെല്ലാം ചേക്കേറുന്ന ഒരു കുഞ്ഞു മരമായിട്ടത് വന്നിട്ടുണ്ട്. ഇലകളൊന്നും ഇല്ലാത്ത ഒരു ചില്ല മാത്രമുള്ള മരത്തിൽ പക്ഷികളെല്ലാം ചേക്കേറുന്ന ഒരു പ്രതീതി തോന്നുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു കാന്താരി ചെടി, ഉണങ്ങിയ കാന്താരി ചെടി പോലും കളയാനില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാന്താരി ചെടികൾ, ചില്ലകളുള്ള ഇതുപോലത്തെ മരങ്ങളൊക്കെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കാണുമ്പോൾ എടുത്തു വെച്ചോളൂ. നമുക്ക് വീടിനകത്ത് വയ്ക്കുന്ന ഹോം ഡെക്കറിൻ്റെ ഒരു സൂപ്പർ ഐഡിയ ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് റൂമിനകത്ത് വെക്കുവാണെങ്കിൽ വേണമെങ്കിൽ മണി പ്ലാന്റും കൂടെ ഇതിൻ്റെ താഴെ കൂടെ കയറ്റി വിടുവാണെങ്കിൽ നല്ല അത് കയറുന്നതിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. മണി പ്ലാന്റ് പതിയെ പതിയെ അതിനകത്തേക്ക് കയറുമ്പോഴേക്കും ആ ചില്ലകളിലെല്ലാം ഇല വന്ന് തുടങ്ങും. അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെയും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ആണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജുവൽ ബേബീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്. പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.